ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളെ കല്ലേമ്പടിക്ക് നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ആൽസാക്ക, കുഞ്ഞ, നിസാറ്, ഹസൈന്, പിന്നെ മഹമ്മദ്, നമ്മളെ സുനിലുണ്ട്, ഹനീഫാക്കുണ്ട്, ഹംസാക്കുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ പാടത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ പാടത്ത് പരിസരത്ത് കാറേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹനീഫാക്കൊക്കെ അതിന് തയ്യാറായിക്കണേ. സുനിലേ, നമ്മളെ പാടത്താണ് നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ കാറേറ്റൊക്കെ. ഹലോ മക്കളെ, നമ്മളെ കല്ലേമ്പടി പാടത്തേക്കാണ് അപ്പോൾ നമ്മൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങി വെക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആലിയാക്കാൻ്റെ പീടിയേൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി അവിടെയുള്ള കുട്ടികളൊക്കെ ഒന്ന് ആട്ടി. അവിടുന്ന് കുഞ്ഞ എന്താ പറഞ്ഞത്? ഒരു ചെക്കം എവിടെയുള്ള ചെക്കന? ഗാന്ധിക്കുന്നുള്ളില്ലേ? ഞാൻ ഗാന്ധിക്കുന്നുള്ളതാണ്. കാറ് വാഗനർ കാർ വൈറ്റ് കാർ ആയിട്ട് വന്നത്. സിഗരറ്റ് വലിക്കാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സിഗരറ്റ് വലിക്കലും അതൊന്നും വേണ്ട, ഗാന്ധിക്കുന്ന് സിഗരറ്റ് കിട്ടൂല, വണ്ടി കിട്ടോളി എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് തരാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കല്ലേമ്പടി ഭാഗം ഒന്ന് വൃത്തിയാക്കുക. കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾ MDM മറ്റുള്ളതും അതും ഇതും യൂസ് ചെയ്തെടുക്കുന്ന കാലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിച്ച കുട്ടികളെ കൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം. അപ്പോൾ ഇവിടെ തെരച്ചിലാണ്. നമ്മളെ കല്ലേമ്പടി പാടത്താണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ഇൻഫർമേഷൻ കൊടുക്കണ്ട. ഇതിൽ ഒരാളെ കണ്ടാൽ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെ കണ്ടാൽ ഇത് യൂട്യൂബ് നേരെ മൊത്തത്തിൽ പറക്കും. ടോർച്ചല്ല, ഫേമസ് ആക്കണേ. ലഹരിക്കെതിരെ, അതായത് MDM പോലെ മാരകമായ ലഹരിക്കെതിരെ ഞങ്ങൾ ഒരു പട പൊരുതാൻ തന്നെ കല്ലേങ്ങാടി പ്രദേശവാസികൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് കല്ലേങ്ങൽപ്പടി പാടത്തിൻ്റെ സൈഡിലാണ്, കിഴക്കില്ലത്തിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ പാടത്തൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മേലെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഗാന്ധിക്കുന്ന്, അതായത് ദൂരഭാഗത്തുനിന്നൊക്കെ വന്നിട്ട് ഇവിടെ സിഗരറ്റ് വലിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പറ്റില്ല, ഇവിടുന്ന് പറ്റില്ല, ഇന്ന് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. നാളെ ഒരു നിലക്കും ഞങ്ങൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അടിയാണെങ്കിൽ അടിയിൽ പോലീസിന് കൊടുക്കുക. അത് മാത്രമല്ല, ഞങ്ങൾ സോഷ്യൽ മീഡിയ അവരെ ഫോട്ടോ ഇടും. പിന്നെ പറഞ്ഞത് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നാളെ മുതൽ ഞങ്ങൾ ഈ പ്രദേശത്ത് പുറത്തുനിന്ന് വരുന്ന ആളുകളും കാണാൻ പാടില്ല, നമ്മുടെ പ്രദേശത്തെ കുട്ടികളും നമ്മൾ ഈ പ്രദേശത്ത് കാണാൻ പാടില്ല. അതിനുവേണ്ടി ഞങ്ങൾ നാട്ടുകാരിതാ ഇത്രയും ആളുകൾ ജാഗരൂകമായി ഇറങ്ങിയിരിക്കുകയാണ്. അത് മതി.